Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അവർ എർത്ത് നമ്മുടെ ഭൂമി എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും ആക്ടിവിറ്റീസും അടങ്ങുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും നോക്കിയിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. അപ്പോൾ ഇതും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുമിച്ചിട്ടാണ് നമ്മൾ നോട്ട്സ് നോക്കുന്നത്. അപ്പം ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അവർ എർത്ത് നമ്മുടെ ഭൂമി. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്? എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ബൈ എക്സാമിൻ മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ ഓർഗാനിക് ഇറപ്ഷൻസ്, ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റിംഗ് ഡ്യൂറിങ് എർത്ത് അഥവാ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സ്ഥലത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നും. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട്, ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. അല്ലാതെ നമുക്ക് അവിടെ എത്തിച്ചേരാനോ മറ്റോ ഒന്നും സാധ്യമല്ല. ഇനി രണ്ടാമത്തേത്, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ഇന്റീരിയർ ഓഫ് ദ എർത്ത്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. The layer below the mantle is the core. It is divided into outer core and inner core. അഥവാ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റില്. മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറം കാമ്പ്, അകം കാമ്പ് എന്നീ 2 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ജനറലായിട്ട് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ട് അഥവാ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് പറയാനുള്ള ഇൻഫർമേഷൻസ്. ഇനി പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. ഇനി ഓരോ ലെയേഴ്സും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ക്രസ്റ്റ് ആണ് അല്ലേ? ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. This layer is made up of solid rocks. The crust has 2 parts, namely continental crust and oceanic crust. Continental crust is thicker than the oceanic crust. The average thickness is about 30 kilometers. In mountain areas, continental crust has a thickness of about 70 kilometers. But the average thickness of the oceanic crust is 5 kilometers. Crust എന്ന് പറഞ്ഞാൽ ഭൂവൽക്കം എന്നാണ് മലയാളത്തിൽ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ ഈ പാളി ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. വൻകര ഭൂവൽക്കത്തിന് ശരാശരി 30 കിലോമീറ്റർ കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 മീറ്ററാണ് കനം. ഓക്കെ, ഇനി അടുത്ത പാളിയായ മാൻറ്റിലിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ദ മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് comprises crust and upper part of mantle is called lithosphere. The part below the lithosphere, which is in molten state due to melting of rock particles അഥവാ magma, is known as the asthenosphere. The portion below the asthenosphere is in solid state. അഥവാ മാൻറ്റിൽ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ്. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിൽ താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുക്കി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ പാളിയാണ് കോർ. The layer below the mantle is the core. It is divided into outer core and inner core. The outer core is in liquid state while the inner core is solid state. The core is mainly made up of metals like nickel and iron. Hence the core is also known as knife. The temperature in the inner core is about 5500 degrees Celsius. അഥവാ കോറിനെ നമ്മൾ കാമ്പ് എന്ന് പറയുന്നു.
കാമ്പ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. കാമ്പിലെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ട്രാൻസ്ഫോം ഇൻ ദ വേ ഓർഗാനിസം കുഡ് സർവൈവ്? ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും എങ്ങനെയാണ് മാറിയത്? The earth, which was in a molten hot state at the time of origin, slowly cooled over in billions of years. The process released the gases inside the earth. Eventually, an atmosphere of air composed of many gases formed around the earth. With the origin of plants, the atmosphere became rich in oxygen as a result of photosynthesis. അഥവാ ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്ത് ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളറയിൽ ഉണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങൾ ഉള്ള വായുവിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ടു. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണം ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമിയായിട്ട് മാറിയിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, apart from oxygen and carbon dioxide, what are the other gases present in the atmosphere? നമുക്കറിയാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ഭൂമിയിലുണ്ടെന്ന് അറിയാം. ഇനി ഈ വാതകങ്ങളെ കൂടാതെ മറ്റ് ഏതൊക്കെ വാതകങ്ങളാണ് ഉള്ളത്? നൈട്രജൻ, ആർഗൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. നൈട്രജൻ, ആർഗൺ, നിയോൺ, ഹീലിയം, സിനോൺ, ഹൈഡ്രജൻ. ഇതൊക്കെയാണ് പിന്നെ ബാക്കി കാണുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇവാപ്പറേഷൻ? എന്താണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം എർത്ത് സർഫേസ് ഹീറ്റഡ് ബൈ സൺ ആൻഡ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അഥവാ സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തുന്ന ആ പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, why fine dust particles in the atmosphere are called a hygroscopic nuclei? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? വാട്ടർ വേപ്പർ condenses around fine dust particles in the atmosphere to form clouds. Hence, these fine dust particles in the atmosphere are called hygroscopic nuclei. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നു. എട്ടാമത്തെ ചോദ്യം, ഹൗ ഡു ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ ഈ പൊടിപടലങ്ങളൊക്കെ എത്തിച്ചേരുന്നത്? നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഇത് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഒന്ന്, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്, കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്. അതുപോലെ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന പൊടികൾ. പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ ആസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റീരിയൽസ്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഡസ്റ്റ് ജനറേറ്റഡ് ബൈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ. അതുപോലെ തന്നെ ആഷ് ആൻഡ് ഡസ്റ്റ് ജനറേറ്റഡ് ബൈ വൈൽഡ് ഫയേഴ്സ്, കാട്ടുതീയിലൂടെ ഉണ്ടാകുന്ന ചാരവും പൊടിപടലവും. അപ്പോൾ ഇത്തരം പ്രക്രിയയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ, ഹൗ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്? ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? എന്താണ് അന്തരീക്ഷത്തിലെ ഇത്തരം അന്തരീക്ഷം എങ്ങനെയൊക്കെയാണ് മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത്? എന്താണ്? കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. പ്രൊട്ടക്ട് ഫ്രം ഹാംഫുൾ സൺറൈസ്, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. റെഗുലേറ്റ്സ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനിലയെ നിയന്ത്രിക്കുന്നു. പ്രൊവൈഡ് ഓക്സിജൻ ടു ലിവിംഗ് ഓർഗാനിസംസ്, ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. പ്രൊട്ടക്ട് ദ എർത്ത് ഫ്രം മെറ്റൂരിയറ്റ്സ്, അഥവാ ഉൽക്കാപതനങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷമാണ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? The mixing up of smoke, toxic gases and other chemicals in the air that alters the composition of atmosphere is known as atmospheric pollution.
അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതങ്ങളും മറ്റു രാസപ്രവർത്തനങ്ങളും വായുവിൽ ഉണ്ടാകുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിൽ നിന്നുള്ള പുക. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ പെരുപ്പം. ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്. അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്പ് റെസിഡ്യൂസ്, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ. യൂസ് ഓഫ് ഫയർ വർക്ക്സ്, കരിമരുന്നിൻ്റെ ഉപയോഗം. യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, രാസ കീടനാശിനികളുടെ ഉപയോഗം. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അടുത്തത്, വാട്ട് ക്യാൻ വി ഡു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? ഒന്ന്, യൂസ് സോളാർ എനർജി, സൗരോർജ്ജം ഉപയോഗിക്കുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. കൺട്രോൾ ഇലക്ട്രിസിറ്റി യൂസേജ്, വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക. അവോയ്ഡ് യൂസിങ് ലാർജ് വെഹിക്കിൾസ് വെൻ ട്രാവലിംഗ് അലോൺ, ഒരാൾ മാത്രം യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അവോയ്ഡ് ഫയർവുഡ് ആസ് മച്ച് ആസ് പോസിബിൾ, സാധിക്കുമെങ്കിൽ വിറകടുപ്പുകൾ പരമാവധി ഉപയോഗിക്കുക. പ്ലാന്റ് മോർ ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അന്തരീക്ഷ മലിനീകരണം നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. അടുത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നമുക്കറിയാം അന്തരീക്ഷത്തിന് 5 പാളികളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷത നമുക്ക് നോക്കാം. is the lowermost layer of the atmosphere. It has average height of 30 km from the Earth's surface. The height rises about 80 km at the poles to 18 km are the equator. This is because the temperature is high in the equatorial region. Dust particles and water vapor almost abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. An important feature about troposphere is that the temperature of atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal loops rate. അഥവാ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ ഉള്ളത്. ഇനി പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ തന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 15ാമത്തെ ചോദ്യം. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? Dust particles and water vapor almost abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. അഥവാ പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ തന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാളി അല്ലെങ്കിൽ ലെയർ എന്ന് പറയുന്നത്. 16ാമത്തത്, വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്? അഥവാ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താണ്? The temperature in the troposphere decreases at 1 degree Celsius for every 165 meters from the surface of the earth. This is why high altitude regions feel cold. അഥവാ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുകയാണ്. അതുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് ഇത്രയും തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ? സ്ട്രാറ്റോസ്ഫിയറിന്റെ സവിശേഷതകളാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബവ് ദ ട്രോപ്പോസ്ഫിയർ. The average height is about 50 kilometers from the Earth's surface. In the stratosphere, the temperature increases after a specific height. The ozone layer is in this stratosphere. It stands at an altitude of about 25 kilometers from the surface. അഥവാ ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്.
ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഈ പാളിയിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഓസോൺ എന്താണെന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് കൂട്ടുകാർ വായിക്കുക. ഓസോൺ ദിനം എന്താണെന്നും പറയുന്നുണ്ട്, സെപ്റ്റംബർ 16 ആണ്. ഓക്കെ, ദെൻ വാട്ട് harmful does ultraviolet rays cause on the earth? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റെറിലിറ്റി ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, സ്കിൻ ക്യാൻസർ, ബ്ലൈൻഡ്നെസ്, ഏർലി ഏജിംഗ് അഥവാ ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സംഭവിക്കുക. ഇനി അടുത്ത നോക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെസോസ്ഫിയർ. അടുത്ത ലെയർ ആയിട്ടുള്ള മെസോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ സവിശേഷതകളാണ് നോക്കുന്നത്. ദിസ് അറ്റ്മോസ്ഫിയറിക് ലെയർ എക്സ്റ്റെൻഡ് ഫ്രം 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ above stratosphere. The phenomena of decrease in temperature with the increase in height in present this layer also. At an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. The lowest temperature in the atmosphere is experienced here. Most of the mysterious and the entire Earth atmosphere burn down in this layer. അഥവാ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താഴുന്നു. ഭൗമ അന്തരീക്ഷത്തിൽ കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ ഒരു പാളിയിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് തെർമോസ്ഫിയർ. അടുത്തത് തെർമോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. The thermosphere is the layer of atmosphere lies about 80 to 400 kilometer above the mesosphere. The thermosphere, the temperature increase with an increase in altitude. The lower part of the thermosphere is called ionosphere. അഥവാ മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലെയറാണ് ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെ നമ്മൾ അയനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അതിന്റെ കാരണം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഒക്കെ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എക്സോസ്ഫിയർ. ഓക്കെ, ലാസ്റ്റ് വൺ ആണ്. എന്താണ് എക്സോസ്ഫിയറിന്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. It is the uppermost layer of the atmosphere. The presence of air molecules in the exosphere, which lies about 400 km from the surface, gradually decreases and the layer becomes a part of the outer space. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഇതിന് താഴെയായിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലനേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ ഈ പാഠം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.